കേരളത്തെ പ്രതിനിധീകരിച്ച് സബ് ജൂനിയർ, ജൂനിയർ ആൻഡ് സീനിയർ തലങ്ങളിൽ മത്സരിച്ച് കേരളത്തിന് മെഡൽ കൊണ്ടുവരുന്ന കുട്ടികളാണ്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഉത്സവം സൂപ്പർ സ്റ്റാർ വേദിയിലാണ്. അതല്ലേ ഉഷല്ല ലവ് ഷിഹാവ് പറ്റുമോ? ലവ് ജിഹാദ് എന്താണ്? ലവ് ഷിഹാവ് ലവ് ജിഹാദ് എങ്ങനെ കഴിയുമ്പോ ലവ് ഷി ചായച്ചൻ, കഴിയുമ്പോ ലവ് ഷി ചായച്ചൻ. ഒരു ലവ് ഉണ്ട് അതിനകത്ത് അത്ര മാത്രം മനസ്സിലാക്കി. ഇതെങ്ങനെ ഒരു പെൺകുട്ടി ഇത് ഇവിടെ ഇവിടെ അയ്യോ അവള് അല്ലേ ഞെട്ടിച്ചു നമ്മളെ ശരിക്കും എല്ലാവരും. പക്ഷെ ഭയങ്കരായിരുന്നു. ഇപ്പൊ ഒരു സെക്കൻഡ്സ് നമുക്ക് ടൈം വരുന്നില്ല, എന്തൊക്കെയോ സംഭവിക്കുന്നു ഇവിടെ അല്ലേ. തല്ല് കിട്ടുമെന്ന് പേടിയുണ്ടായിരുന്നു. ഞാൻ ഞെട്ടിരിക്കുന്നു. ഞാൻ കഴിഞ്ഞപ്പോ തന്നെ എഴുന്നേറ്റ് കൈ അടിച്ചു. ഞാൻ വയ്യാണ്ടിരിക്കുന്നു, പനിയൊക്കെ പിടിച്ചിട്ട് വിട്ടുകൊടുക്കൂല. ശരിയാവില്ല. ഇത് എഴുന്നേറ്റ് കൈ അടിച്ചില്ലെങ്കിൽ അത് ശരിയാവില്ല എനിക്ക് തോന്നുന്നു. എന്താ നിങ്ങളുടെ എത്ര കൊല്ലം ഇത് തുടങ്ങിയിട്ട് പരിപാടി? സാർ ഞങ്ങൾ ആക്ച്വലി കേരള ടീമിലുള്ള പ്ലേയേഴ്സ് ആണ്. ഇത് രണ്ടോടും சேராத പൊന്നേറും, ഇത് ഇരുളല്ല അത് ഒളിയല്ല, ഇത് രണ്ടോടും சேராத പൊന്നേറും. തலை சாயாதே விழி மூடாதே, சில மொட்டுக்கள் சட்டென்று பூவாகும். பெண்ணே பெண்ணே உலகம் எல்லாம் தூங்கிப்போன பின்னே. ആയോധനകലയായ വുഷുവിൽ കേരള ചാമ്പ്യന്മാരായി ദേശീയ ചാമ്പ്യൻഷിപ്പിൽ അർഹത നേടിയ എടപ്പാൾ സ്വദേശികൾക്ക് എടപ്പാൾ JCIയുടെ ആദരം. ചൈനീസ് ആയോധ്യാഭ്യാസമായ കുങ്ഫുവിന്റെ വകഭേദ കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക്, സ്പോർട്സ് കോട്ട അഡ്മിഷനൊക്കെ ഉള്ള ഒരു എല്ലാ സ്പോർട്സിനും കിട്ടുന്ന അംഗീകാരങ്ങൾ കിട്ടുന്ന ഒരു സ്പോർട്സ് തന്നെയാണ് ഉഷു. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എത്രത്തോളം സപ്പോർട്ട് ഉണ്ട്? ഇന്നത്തെ കാലഘട്ടത്തിൽ ആയോധനകലയുടെ പ്രാധാന്യം വിദ്യാർത്ഥികൾക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ട് JCI ട്രെയിനിങ് വിജയകരമായി പൂർത്തിയാക്കി. JCI എടപ്പാൾ ചാപ്റ്ററിലെ ട്രെയിനർ സുഗിതയാണ് 30ഓളം വിദ്യാർത്ഥികൾക്ക് ട്രെയിനിങ് നൽകിയത്. കേരളത്തിൽ നിന്നും 26ഓളം പേരാണ് ഇന്ത്യക്ക് വേണ്ടി മത്സരിച്ചത്. ഇതിൽ 20 പേരും എടപ്പാൾ ഷാഡോസ് ക്ലബ് അംഗങ്ങളാണ്. ഇൻഡോ ശ്രീലങ്കൻ ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിലാണ് ഞങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയത്. ഞങ്ങൾ അവിടെ പോയി 22-ാം തീയതി കോമ്പറ്റീഷൻ കഴിഞ്ഞു. 25 മലയാളികളോളം ശ്രീലങ്കൻ ഗോൾഡ് നേടിയിട്ടുണ്ട്. വുഷു ആയോധനകലയിലെ ഷാൻഷു, തവലു ഇനങ്ങളിലാണ് ഇവർ സ്വർണ്ണ മെഡൽ നേടിയത്. 50ഓളം ശ്രീലങ്കൻ താരങ്ങളും മത്സര രംഗത്തുണ്ടായിരുന്നു. പരിശീലക സുഗിത 2016 ദേശീയ ഒളിമ്പിക്സിൽ വുഷുവിൽ 4ാം സ്ഥാനം നേടിയിരുന്നു. അസോസിയേഷൻ കൌൺസിലിന്റെ കീഴിൽ നടത്തിയ സംസ്ഥാനതല ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയവരാണ് ഇവർ. ഡിസംബർ 1 മുതൽ 5 വരെ തമിഴ്നാട് സേലത്ത് വെച്ച് നടക്കുന്ന ദേശീയ മത്സരത്തിൽ അർഹത നേടിയിരിക്കുകയാണ് നമ്മുടെ യാസ്പോ ക്ലബിലെ. സ്ത്രീകൾക്ക് പഞ്ചവാദ്യത്തിൽ അയിത്തമില്ലെന്ന് തെളിയിക്കുകയാണ് മലപ്പുറം എടപ്പാളിലെ ഒരു കൂട്ടായ്മ. എടപ്പാൾ പെരുമ്പറമ്പ് മഹാദേവ ക്ഷേത്രത്തിലായിരുന്നു ഇവരുടെ കന്നി പഞ്ചവാദ്യത്താളം ഉയർന്നത്. ഞങ്ങളൊരു ഭയത്തോടെയാണ് വന്നെങ്കിലും ആശാന് കോൺഫിഡൻ്റ് ആയിരുന്നു ഞങ്ങൾ പഠിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുപോലെ ഇതിൽ ഉറച്ചു നിന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ ഒരു കല മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയത്. ഈ പെൺകുട്ടി ഈ വില്ലയുടെ ഈ അച്ചീവ് ചെയ്യുമ്പോ ലോകത്തിൽ സ്വപ്നം കാണാൻ തന്റേടമുള്ളവർക്ക് പറക്കാൻ